ഹായ് ഡിയേഴ്സ്, ബയോളജി അത്ര ഈസി സബ്ജക്റ്റ് ആണോ? അല്ല എന്ന് നിങ്ങൾക്ക് +1 മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. എന്നാൽ +2 ബയോളജി അത്ര കൂടി എളുപ്പമല്ല. +1 ബയോളജിയിൽ നമുക്ക് ലോവർ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കാനുണ്ടായതെങ്കിൽ +2 ബയോളജിയിൽ നമ്മൾ ഹയർ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ +1 ബയോളജിയിൽ കുറെ സിമ്പിൾ കോൺസെപ്റ്റ്സ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിച്ചിരുന്ന കുറെ ബേസ് നമുക്ക് +1 ബയോളജി പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. പ്ലാന്റ് ഫിസിയോളജി, ആനിമൽ ഫിസിയോളജി, സെല്ല്, ടിഷ്യൂസ്, ഇതെല്ലാം നമ്മൾ ഓൾറെഡി 8ലും 9ലും ഒക്കെ പഠിച്ച കാര്യങ്ങളാണ്. പക്ഷെ +2ൽ ധാരാളം പുതിയ കോൺസെപ്റ്റുകൾ ഉണ്ട്. നല്ല ഡെപ്തിൽ നോളേജ് വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് +2 ബയോളജിയിൽ പഠിക്കാനുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും, അതായത് ചാപ്റ്റേഴ്സിന്റെ എണ്ണം കുറഞ്ഞല്ലോ എന്ന്. +1 ബയോളജിയിൽ നമ്മൾ 19 ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചതെങ്കിൽ +2 ബയോളജിയിൽ നമുക്ക് 13 ചാപ്റ്റേഴ്സേ പഠിക്കാനുള്ളൂ. പക്ഷേ ഈ 13 ചാപ്റ്റേഴ്സും പഠിച്ചെടുക്കുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഈസി ആയിട്ട് നമുക്ക് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാനും പരീക്ഷ എഴുതാനും സാധിക്കില്ല. ഇപ്പൊ +2 ബയോളജിയുടെ മാർക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമുക്കറിയാം. നീറ്റ് പരീക്ഷയ്ക്കും ഇനി അതല്ലെങ്കിൽ മറ്റു കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കും നമ്മുടെ PCMB അതായത് നമ്മുടെ ബോർഡ് എക്സാമിനും അതേപോലെ തന്നെ ഇനി ഭാവിയിൽ നിങ്ങൾ ഡോക്ടർ അല്ല മറ്റേതെങ്കിലും ഒരു കോഴ്സാണ് തിരഞ്ഞെടുക്കുന്നത്, പാരാമെഡിക്കൽ കോഴ്സ് ആവട്ടെ, ഡിപ്ലോമ കോഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി കോഴ്സസ് ആവട്ടെ, ഇതൊക്കെ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ +2 ബയോളജിയുടെ മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് കിടക്കുന്നത് +2 ബയോളജിയിലാണ്. ഫോർ എക്സാമ്പിൾ, ബയോളജിയുടെ തന്നെ പ്രിൻസിപ്പിൾസും പ്രോസസ്സും ഒക്കെ ആയിട്ടുള്ള ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്, അതേപോലെ തന്നെ അതിന്റെ അപ്ലിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇത് നീറ്റ് പോലെയുള്ള പരീക്ഷകൾക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ ജെനറ്റിക്സ്, മോളിക്യുലർ ബയോളജി, ഇതെല്ലാം പുതിയ കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കില്ല. അതിന് നമുക്കൊരു എക്സ്പേർട്ടിന്റെ ആവശ്യം തീർച്ചയായും വേണം. ഇത് കൂടാതെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം. 40 മാർക്കിന് നമുക്ക് +2 ബയോളജിയിൽ പ്രാക്ടിക്കൽ പരീക്ഷ വരുന്നുണ്ട്. ഈ ഒരു വർഷം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് റെക്കോർഡ് എഴുതാനുണ്ടാകും. റെക്കോർഡ് എഴുതാൻ കുറെ സമയം ചെലവഴിക്കേണ്ടി വരും. അതിനോടൊപ്പം തന്നെ നമുക്ക് പരീക്ഷയും നേരിടേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ ഫുൾ മാർക്ക് നിർണ്ണയിക്കുന്ന ഒരു പരീക്ഷ തന്നെയാണ് പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുന്നത്. സോ ഇതുപോലെ വെയിറ്റേജ് കൂടുതലുള്ള ഡിഫിക്കൽട്ട് ചാപ്റ്റേഴ്സ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ ഒരു എക്സ്പേർട്ടിന്റെ ആവശ്യമുണ്ട്. എല്ലാ കോൺസെപ്റ്റുകളും ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് സെറ്റ് ആക്കി തരാനും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്സസ് നൽകാനും ടിപ്സും ട്രിക്സും പറഞ്ഞു തരാനും അതേപോലെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ഞങ്ങളുണ്ട്. ഇതിനായി എത്രയും പെട്ടെന്ന് ഏഗണിന്റെ +2 ധ്രുവ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ +2 ബയോളജി ഞങ്ങളുടെ കയ്യിൽ സേഫ് ആണ്. +2 ബയോളജി മാത്രമല്ല, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റുകളിലും A+ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. സോ ഇനിയും നേരം വൈകിയിട്ടില്ല, പെട്ടെന്ന് തന്നെ +2 ധ്രുവ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ മക്കളെ, നമുക്കിനി ആപ്പിൽ കാണാം. ടിൽ ദെൻ ബൈ.